നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ ബഹുമതി, അതാണ് നോബൽ സമ്മാനം. ആൽഫ്രഡ് നോബൽ എന്ന സ്വീഡിഷുകാരനാണ് ഈ ബഹുമതിക്കായി തൻ്റെ സമ്പാദ്യം മുഴുവൻ നീക്കിവെച്ചത്. 1833 ജനിച്ച ആൽഫ്രഡ് നോബൽ 1867 ഡൈനാമൈറ്റിന് പേറ്റന്റ് നേടിയത്. 1871 മുതൽ ഈ സ്ഫോടക വസ്തു ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി. പിന്നീട് ലോക സമാധാനത്തിന് തന്നെ അത് ഭീഷണിയാകുമെന്ന് ഭയന്ന ആൽഫ്രഡ് നോബൽ തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് നൽകുവാൻ തീരുമാനിച്ചു. ഇതിനായി ഏതാണ്ട് 310 ലക്ഷം സ്വീഡിഷ് ക്രോണ, അതായത് ഏതാണ്ട് 24.5 കോടി രൂപ നീക്കിവെക്കണമെന്ന് 1895 തയ്യാറാക്കിയ ആൽഫ്രഡ് നോബലിൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി ചേർത്തു. 1896 ഡിസംബർ 10 ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ലോക നന്മയ്ക്കായി പ്രവർത്തിച്ച വലിയ മനുഷ്യസ്നേഹിയായി ആൽഫ്രഡ് നോബലിനെ കാണുന്നവരുണ്ട്. വാസ്തവത്തിൽ ഡൈനാമിറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ചതിലൂടെ കോടീശ്വരനായി മാറിയ വമ്പൻ വ്യവസായിയായിരുന്നു ആൽഫ്രഡ് നോബൽ. ആൽഫ്രഡ് നോബൽ സ്വപ്നം കണ്ട നോബൽ ഫൗണ്ടേഷൻ 1900 നിലവിൽ വന്നു. തൊട്ടടുത്ത വർഷം ആദ്യ പുരസ്കാരം നൽകുകയും ചെയ്തു. നോബലിൻ്റെ മരണദിനമായ ഡിസംബർ 10 എല്ലാ വർഷവും നോബൽ സമ്മാനം, നോബൽ പുരസ്കാരം നൽകുക. പുരസ്കാരത്തിന് അർഹമായവരുടെ പേരുകൾ ഒക്ടോബർ 1 പ്രഖ്യാപിക്കും. ഊർജതന്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സമാധാനം, സാഹിത്യം എന്നിങ്ങനെ 5 പുരസ്കാരങ്ങൾ നൽകാനാണ് ആൽഫ്രഡ് നോബൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. 1968 മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിനും പുരസ്കാരം ഏർപ്പെടുത്തി. സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലാണ് നോബൽ ദാന ചടങ്ങ് നടക്കുക. എന്നാൽ സമാധാനത്തിനുള്ള നോബൽ നൽകുക നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലാണ്. ഓരോ ജേതാവിനും ആൽഫ്രഡ് നോബലിൻ്റെ ചിത്രമുള്ള ഗോൾഡ് മെഡലും ഡിപ്ലോമയും ഏതാണ്ട് 7.25 കോടി രൂപയും സമ്മാനമായി ലഭിക്കും. റോയൽ സ്വീഡിഷ് അക്കാഡമി, റോയൽ കരോലിൻ സ്കെമെഡിക്കോ സർജിക്കൽ